നീ ഇന്ദ്രനെ കണ്ടോ? കണ്ടു ചേച്ചി. ദേ ഇന്ദ്രൻ ഇപ്പോ എന്റെ മുന്നേക്കിടെ അങ്ങോട്ട് കേറി പോയതേ ഉള്ളൂ. എങ്ങോട്ട്? ലോഡ്ജിലോട്ട്. ഇന്ദ്രനെ ഇവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുക. ഈശ്വര, അവൻ നാട് വിട്ട് ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ. ആശ്വാസമായി. ആശ്വസിക്കാൻ വരട്ടെ എന്റെ ചേച്ചി. ഇപ്പോഴേ ഇന്ദ്രൻ കയ്യിന്ന് പോയ അവസ്ഥയാ. എന്ത്? കയ്യിന്ന് പോയെന്നോ? ഇന്നലെ രാത്രി മൊത്തം കള്ളൂടിയായിരുന്നു എന്നാ ലോഡ്ജിലെ ചെക്കൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കുപ്പി വാങ്ങിച്ചോണ്ട് അവൻ അകത്തോട്ട് പോയത്. ചേച്ചി എത്രയും വേഗം വന്ന് മോനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിലേ കാര്യങ്ങൾ അപകടത്തിലാവേ. പക്ഷേ എന്നെ കണ്ട അവന്റെ ദേഷ്യവും സങ്കടവും കൂടിയുള്ളൂ സുകുമാരി. അവൻ ചിലപ്പോ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനും മതി. എങ്കിൽ ഇന്ദ്രന്റെ അനിയനെ അനിയത്തെ ഇങ്ങോട്ട് അയക്കേ. അവരിന്ദ്രനെ സമാധാനത്തിൽ കൂട്ടിക്കൊണ്ട് പോവില്ലേ? ഇല്ല സുകുമാരി, അവരെയൊന്നും അവൻ അനുസരിക്കില്ല. അല്ല സുകുമാരി, നിനക്ക് ഇന്ദ്രനെ ഒന്ന് കയറി കാണാൻ പറ്റുമോ? അയ്യോ, ഞാനോ? ഞാനില്ല, എനിക്ക് പേടിയാ. ഇപ്പൊ തന്നെ ഇന്ദ്രന്റെ കണ്ണിപ്പെടാതെ എങ്ങനെയോ രക്ഷപ്പെട്ടതാ. നീ വിചാരിക്കുന്ന പോലെ ഇന്ദ്രൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല സുകുമാരി. അവനൊരു പാവ സുകുമാരി. നീയെ അവനെ കണ്ടെന്ന് സംസാരിച്ച നിന്നോടുള്ള അവന്റെ ദേഷ്യം ഇല്ലാതാവുകയുള്ളൂ. നിനക്കാ ലോഡ്ജിൽ കയറി ചെല്ലാൻ പേടിയൊന്നുമില്ലല്ലോ? എനിക്കിവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എത്ര കാലമായിട്ട് അവിടെ കളക്ഷൻ എടുക്കാൻ വരുന്നതാ. പക്ഷേ ഞാൻ കേറി ചെന്ന് ഇന്ദ്രനോട് എന്തു പറയും? ആദ്യം അവനോട് നീ ക്ഷമ ചോദിക്കണം സുകുമാരി. എല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് നീ പറയണം. അയ്യോ, ഞാൻ സുശീലേച്ചിയെ കുറ്റപ്പെടുത്തി പറയണോ? അല്ല,